Psychology ICDS exam. Topic: Learning. Learning implies acquiring new or modifying existing knowledge, behavior, skills, values or preferences. ലേണിംഗ് എന്ന് പറഞ്ഞാൽ അക്വയറിങ് ന്യൂ നോളജ്, പുതിയ നോളജ് നേടുക, പുതിയ ബിഹേവിയർ പാറ്റേൺസ് പഠിക്കുക, പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, പുതിയ വാല്യൂസ് പഠിക്കുക, ന്യൂ പ്രിഫറൻസസ്, പുതിയ പ്രിഫറൻസസ് ലേൺ ചെയ്യുക. ഓർ ഇറ്റ് ഈസ് മോഡിഫൈങ്, ഈ പറഞ്ഞെല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് വാല്യൂസ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിഹേവിയർ, ഇതിനെയൊക്കെ മോഡിഫൈ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് ഇംപ്ലൈസ് അക്വയറിംഗ് ന്യൂ ഓർ മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് നോളജ്, ബിഹേവിയർ, സ്കിൽസ്, വാല്യൂസ് ഓർ പ്രിഫറൻസസ്. It may involve synthesizing different types of information. Learning also can be stated like synthesizing different types of information. Synthesizing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമന്വയിപ്പിക്കുക, കൂട്ടിയോജിപ്പിക്കുക. വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ, വിവരങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. വ്യത്യസ്ത വിധത്തിലുള്ള ഇൻഫർമേഷൻസിനെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ഇൻവോൾവ് സിന്തസൈസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. ഹ്യൂമൻ ലേണിംഗ് ഒക്കേഴ്സ് ആസ് പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്. ഹ്യൂമൻ ലേണിംഗ് സംഭവിക്കുന്നത്, മനുഷ്യരുടെ പഠനം സംഭവിക്കുന്നത് 3 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഒന്ന് വിദ്യാഭ്യാസം, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, വ്യക്തിപരമായിട്ടുള്ള പുരോഗമനം, അതായത് എന്തെല്ലാം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു, അതേപോലെ നമുക്ക് ലഭിക്കുന്ന ട്രെയിനിങ്. ഇതിനെയെല്ലാം, ഈ 3 കാര്യങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഹ്യൂമൻ ലേണിംഗ് നടക്കുന്നത്.